E20 വിവാദം കനത്തതോടെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ വകുപ്പുമാറ്റത്തിൽ സജീവ ചർച്ച. ഗഡ്കരിയെ വിദ്യാഭ്യാസ മന്ത്രിയാക്കാൻ നീക്കം. RSS നേതൃത്വവുമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ ചർച്ച നടത്തി. കേരളത്തിൽ നിന്ന് പുതിയ മന്ത്രി ഉണ്ടാകില്ല എന്നാണ് സൂചന. കേന്ദ്രമന്ത്രിസഭ അഴിച്ചുപണി അടുത്ത മാസം ഉണ്ടായേക്കും. ശരത് ലാലാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശരത് ലാൽ, എന്തായാലും ഈ കേന്ദ്ര മന്ത്രിസഭയിൽ അഴിച്ചുപണി ഉണ്ടാകും എന്നുള്ളത് കുറച്ച് ദിവസമായി അങ്ങനെ വിവരങ്ങളും സൂചനകളും ഒക്കെ വന്നിരുന്നു. ഈ നിതിൻ ഗഡ്കരിയുടെ കാര്യം അത്തരം വിവരങ്ങൾ കൂടി വരികയാണ്. പ്രത്യേകിച്ചും ഈ ഒരു E20 വിവാദമൊക്കെ വലിയ പ്രതിഷേധത്തിനൊക്കെ ഇടയാകുന്ന ഒരു സാഹചര്യത്തിൽ ഇനിയുള്ള നീക്കങ്ങൾ ഏത് രീതിയിലാകും? സ്വാതി, അതുതന്നെയാണ്. നിതിൻ ഗഡ്കരിയെ E20 വിവാദവും കൂടിയുണ്ട്. അത് ആം ആദ്മി പാർട്ടിയും അതുപോലെ തന്നെ പാറ്റ CJPയും ഒക്കെ E20 വിവാദം എടുക്കും, അല്ലെങ്കിൽ അതിലേക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകും എന്നൊരു അവസ്ഥയാണ് നിലവിലുള്ളത്. ഈ സാഹചര്യത്തിലാണ് ഈ നിതിൻ ഗഡ്കരിയെ വിദ്യാഭ്യാസ വകുപ്പിലേക്കോ അല്ലെങ്കിൽ കൊമേഴ്സ് വകുപ്പിലേക്കോ മാറ്റാനുള്ള തീരുമാനം നരേന്ദ്രമോദി എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ അത്തരമൊരു നിർദ്ദേശം നരേന്ദ്രമോദിയും BJPയും മുന്നിലുള്ളത്. ഇത് സംബന്ധിച്ച് RSS നേതൃത്വത്തിന്റെ ഒരു അനുമതി കൂടി ലഭിച്ചാൽ മാത്രമേ ഈ കാര്യത്തിൽ ചെയ്യുള്ളൂ. കാരണം നിതിൻ ഗഡ്കരിയെ സംബന്ധിച്ചോളം മഹാരാഷ്ട്രയിലെ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളതാണ് കൊമേഴ്സ് ആണ്. കൊമേഴ്സിന്റെ അല്ലെ വാണിജ്യകാര്യ മന്ത്രിയായിരുന്നു പീയൂഷ് ഗോയൽ. അദ്ദേഹം BJPയുടെ ട്രഷററായി പോയി. ആ ഒഴിവ് അവിടെയുണ്ട്. അതേപോലെ തന്നെ ജോർജ് കുര്യൻ രാജിവെച്ച ഒഴിവ് അവിടെയുണ്ട്. അത് MOS ആണ്. ആ ഒഴിവിലേക്ക് കേരളത്തിൽ നിന്ന് ആരെയും പരിഗണിക്കില്ല എന്നു തന്നെയാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് നൽകാൻ കഴിയുന്ന സൂചന. പകരം സുരേഷ് ഗോപിയെ ഈ സ്വതന്ത്ര ചുമതലയുള്ള വകുപ്പിലേക്ക് മാറ്റാനുള്ള ഒരു ആലോചനയുണ്ട്. കേരളത്തിൽ ജയിച്ചാൽ ഒരു ലോക്സഭാ അംഗമാണ് സുരേഷ് ഗോപി. മന്ത്രിയായി പരിഗണിക്കപ്പെട്ടിരുന്ന രാജീവ് ചന്ദ്രശേഖരും അതുപോലെ തന്നെ V മുരളീധരനൊക്കെ തന്നെ MLA മാരുമായി കേരളത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ വീണ്ടും ഒരു രാജ്യസഭയിലേക്കോ പോയിട്ട് ആ MLA സ്ഥാനം രാജിവെക്കാൻ അല്ലെങ്കിൽ പാർട്ടി തയ്യാറല്ല. മറ്റൊരു പ്രധാന കാര്യം, അനിൽ ആന്റണിയായിരുന്നു മറ്റൊന്ന് പരിഗണിച്ചിരുന്നത്. എന്നാൽ അനിൽ ആന്റണിക്ക് പാർട്ടിയിൽ ചുമതലകൾ കൂടുതലായതോടെ ദേശീയ സെക്രട്ടറിയെ തുടരുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ നിന്ന് ഒരാളെ പരിഗണിക്കില്ല എന്ന സൂചന തന്നെയാണ് BJP നേതൃത്വം നൽകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നാൽ E20 വിവാദം കത്തി നിൽക്കെ ഗഡ്കരിയുടെ സമ്മതത്തോടെ മാത്രമേ അദ്ദേഹത്തിനെ വകുപ്പ് മാറ്റാൻ കഴിയുള്ളൂ എന്നതാണ്. കാരണം RSSന്റെ അത്ര പിന്തുണ ഗഡ്കരിക്കുണ്ട്. അതുകൊണ്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് RSSന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ധർമ്മേന്ദ്ര രാജിവെച്ച ഒഴിവിൽ അത് ഒഴിവുണ്ട്. മറ്റൊരു കാര്യം കൊമേഴ്സ് ആണ്. ബോംബെയിലുള്ള അല്ലെങ്കിൽ ബോംബെ വാണിജ്യ തലസ്ഥാനമാണ്. അവിടെയുള്ള ഗഡ്കരിക്ക്, മഹാരാഷ്ട്രയിലെ ഗഡ്കരിക്ക് വാണിജ്യ വകുപ്പിന്റെ ഒരു ചുമതല കിട്ടിയാൽ അത് അദ്ദേഹത്തിന് താല്പര്യപ്പെടും എന്നുള്ള ഒരു ചിന്തയാണ് BJP നേതൃത്വത്തിനുള്ളത്. ഏതായാലും ഗഡ്കരിയുടെയും RSSന്റെയും തീരുമാനം അനുസരിച്ചായിരിക്കും അദ്ദേഹത്തിന്റെ വകുപ്പ് മാറൽ. സ്വാതി.